എന്തിനാണ് മമ്മൂട്ടി അവിടെ വന്നത്? മമ്മൂട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടോ? മമ്മൂട്ടി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടി വന്നതാണോ? അല്ല. അദ്ദേഹം എപ്പോഴും ഇത്തരം സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടുകയും ആരും അറിയാതെ, ഇരുകയും അറിയാതെ മനുഷ്യരെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. ആ മമ്മൂട്ടി മാധ്യമങ്ങളൊക്കെ ഒഴിയുന്നത് പുറത്ത് കാത്തു നിന്നതിന് ശേഷം അവിടെ സന്ദർശനം നടത്തുന്നു. അവിടുത്തെ ടൗൺഷിപ്പ് കാണുന്നു, അവിടുത്തെ ജനങ്ങളോട് സംസാരിക്കുന്നു, അവിടെയുള്ള സൗകര്യങ്ങളെക്കുറിച്ച് നേരിട്ട് ബോധ്യപ്പെടുന്നു. ആ സമയത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി റഫീഖ് അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. റഫീഖിന് അവിടെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടൊക്കെ ഉള്ളതായിരിക്കാം. പക്ഷേ തൻ്റെ സന്ദർശനത്തെ പാറ്റേണൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്താണ് പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് തെറ്റിദ്ധരിക്കും, നിങ്ങൾ എപ്പോഴും എൻ്റെ കൂടെ ഇങ്ങനെ നടക്കണമെന്നില്ല എന്ന്. മറ്റൊരാളുടെ സഹായമില്ലാതെ മമ്മൂട്ടിക്ക് അവിടെ നടന്നു കാണാൻ കഴിയുന്നത് മാത്രമേ ഉള്ളൂ. അത് ചെയ്തതിൽ എന്താണ് തെറ്റെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. മാത്രമല്ല, മമ്മൂട്ടി പറഞ്ഞത് സോഷ്യൽ ക്യാപിറ്റലാണ്, ഇത് ജനങ്ങളുടെ പണമാണെന്ന് പറഞ്ഞതിൽ എന്താണ് തെറ്റ്? 773 കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാട് പുനരധിവാസത്തിന് വേണ്ടി ജനങ്ങൾ നൽകിയത്. കാരണം വയനാട്ടിലെ ജനങ്ങൾ ദുരിതം അനുഭവിച്ചപ്പോൾ 5 സെന്റ് സ്ഥലം മാത്രം കിടപ്പാടമുള്ളവർ, എൻ്റെ വീടിൻ്റെ പാതി സ്ഥലം ഞാൻ ഒരു കുടുംബത്തിന് നൽകാമെന്ന് എത്രയോ പേര് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ലൈവത്തോളിലൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കേരളം വയനാട്ടിലെ മനുഷ്യരെ ചേർത്ത് പിടിച്ചതാണ്. അവർക്ക് വേണ്ടി ആദ്യഘട്ടത്തിൽ വീടുകൾ സർക്കാർ വെച്ച് നൽകി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ആ ജനങ്ങളുടെ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് ഈ വയനാട് ടൗൺഷിപ്പ് എന്ന് ശരിയായ രീതിയിൽ മമ്മൂട്ടി പറഞ്ഞു. പക്ഷേ ഇത് രണ്ടും ഉണ്ടാക്കിയ പ്രകോപനം ആലോചിച്ച് നോക്കൂ. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഇംഗിതത്തിന്, ഇഷ്ടത്തിന് വിരുദ്ധമായി ഒരു അക്ഷരം മിണ്ടിയാൽ മമ്മൂട്ടിയെപ്പോലും വെറുതെ വിടില്ല എന്നത് എത്ര ക്രൂരമായ സൈബർ ആക്രമണവും പരിഹാസവുമാണ് അദ്ദേഹത്തിനെതിരെ ഉയരുന്നത്. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തൻ്റെ സന്ദർശനത്തിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഇതിൻ്റെ പിതൃത്വമോ രക്ഷകർത്തവോ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല എന്നൊരു വ്യക്തിയോട് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും മമ്മൂട്ടിക്ക് നിലനിൽക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഈ അക്രമവും. ഇവൻ എത്ര വലിയ കൊമ്പത്തെ ആളായാലും ഒരു ബ്രാഞ്ച് സെക്രട്ടറിയോളം വരില്ല സഖാക്കൾക്ക്. പിന്നെയല്ലേ ജില്ലാ സെക്രട്ടറി മമ്മൂക്ക എന്ന് വിളിച്ച നാവ് കൊണ്ട് മൈ രേ എന്ന് വിളിപ്പിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന വയനാട് ജില്ലാ CPM സെക്രട്ടറി ആയിട്ടുള്ള റഫീഖിൻ്റെയും മമ്മൂട്ടിയുടെയും ഫോട്ടോ വെച്ചുകൊണ്ട് മമ്മൂട്ടിയുടെ ഫോട്ടോയുടെ നേരെ നായിൻ്റെ മോൻ എന്നൊക്കെ എഴുതിക്കൊണ്ട് പിടിപ്പിച്ചിരിക്കുന്നത്. അന്തംഗമ്യ അടിമകൾക്ക് നന്നായിട്ട് കുരു പൊട്ടിയിട്ടുണ്ട്. കുരുപൊട്ടാനുള്ള കാരണം എന്ന് പറയുന്നത്, ഒന്ന്, നിങ്ങൾ ആലോചിക്കേണ്ടത് മർമ്മപ്രധാനമായ കാര്യം, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനത്തിന്റെ അന്ന് സിദ്ദിഖിനെ നിങ്ങൾ ആളെ ഇറക്കി, DYFIയുടെ ക്രിമിനൽ തെമ്മാടികളെ ഇറക്കി കൂകി വിളിച്ച് അധിക്ഷേപിച്ചതല്ലേ? അതിന് ദൈവമായിട്ട് അങ്ങ് ഇറക്കി വെച്ചതാ മമ്മൂട്ടിയെ ആരിറക്കി എന്നുള്ളതൊരു അടുത്ത ചോദ്യമായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ മമ്മൂട്ടി വന്നു, റഫീഖിൻ്റെ അണ്ണാക്കിൽ പൊട്ടിച്ചു. റഫീഖിനല്ലെങ്കിലും പണ്ട് മുതലേ ഉള്ളതാ. ഞാൻ ഇന്നലെ റഫീഖിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്. റഫീഖിനെ ഞാൻ അറിയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ട്. വർഷങ്ങളെന്ന് പറഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ, ഡിഗ്രിക്ക് മാനന്തവാടി ഗവൺമെൻറ് കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ റഫീഖിനെ അറിയാം. റഫീഖിൻ്റെ ഈ കുമ്മനടി പരിപാടി അന്ന് മുതലേ ഉണ്ട്. പിന്നെ ഇവിടെ എന്താണ് സഖാക്കളെ ഇത്ര തൊടിപ്പിച്ച കാര്യം? റഫീഖിനോട് മാറി നിൽക്ക് പറഞ്ഞതിലൊക്കെ സഖാക്കൾക്ക് അതിലൊന്നല്ല വലിയ വേദന ഉണ്ടാക്കിയത്. സഖാക്കൾക്ക് വേദന ഉണ്ടായത് തന്തയാകാൻ ശ്രമിച്ച പിണറായി വിജയന്റെ കരണം നോക്കിയിട്ടാണ് മമ്മൂട്ടി പൊട്ടിച്ചത്, അല്ലേ? ഇത് സോഷ്യൽ ക്യാപിറ്റലാണ്. വളരെ കൃത്യമായി പറഞ്ഞു വെച്ചു. ജനങ്ങൾ നൽകിയ പണമാണ്, ഇത് ജനങ്ങളുടേതാണ്, ഇതിൻ്റെ തന്തയാവാൻ ആരും വരണ്ട. പിന്നെ റഫീഖ് ശ്രമിച്ചത് എന്തിനാന്ന് വെച്ചാൽ, മമ്മൂട്ടിക്കൊപ്പം നടന്ന് അതിലൂടെ ഒരു PR ഉണ്ടാക്കിയെടുക്കാനാണ് റഫീഖ് ശ്രമിച്ചത്. മനസ്സിലായില്ലേ? അത് തകർന്ന് തരിപ്പണമായി മാത്രമല്ല, ഈ പട്ടിയെപ്പോലെ മണപ്പിച്ച് നടക്കുന്നത് എന്തിനാണെന്ന് മാധ്യമങ്ങളെ മുന്നിൽ നിർത്തി മമ്മൂട്ടി ചോദിക്കുകയും ചെയ്തു. എന്തുണ്ടായി? ഈ പറയുന്ന PR നടന്നു എന്ന് മാത്രമല്ല, ഇത് പൊളിച്ചടക്കി കയ്യിൽ കൊടുക്കുകയും ചെയ്തു ഈ പറയുന്ന മമ്മൂട്ടി എന്ന് പറയുന്നത്. അവിടെയാണ് സഖാക്കൾക്ക് വലിയ കലിപ്പ്. സഖാക്കൾക്ക് കലിപ്പിലായ 2 കാര്യമാണ്. ഒന്ന്, ഇതിൻ്റെ തന്ത പിണറായി അല്ല എന്നുള്ള തുറന്ന് പറച്ചിൽ. 2, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതല്ല എന്ന് പറഞ്ഞാൽ CPM PR ആയിട്ട് വന്നതല്ല ഞാനിവിടെ എന്നുള്ള മമ്മൂട്ടിയുടെ തുറന്ന് പറച്ചിൽ. ഈ 2 കാര്യങ്ങൾ കൂടി കഴിയുമ്പോൾ സഖാക്കൾക്ക് വല്ലാത്ത കുരുപൊട്ടുക. അപ്പാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത്രമാത്രം മമ്മൂട്ടിയെ തെറി വിളിക്കാൻ മാത്രം അയാൾ എന്തെങ്കിലും ചെയ്തോ? അയാൾ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഇവിടെ ഇവരെത്ര ചൊടിപ്പിക്കുന്നത് എന്താ ചൊടിപ്പിക്കുന്നത്? കാരണം ഞങ്ങളാളാണ് എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്ന വ്യക്തിയാണ് മമ്മൂട്ടി, അല്ലേ? സഖാക്കള്, അന്തംഗമി അടിമകള്, ഇത് ഞങ്ങളതാണ്. പിണറായി വിജയനൊക്കെ ആയിട്ട് ഭയങ്കര ബന്ധാണല്ലോ. അപ്പോൾ ഞങ്ങളതാണ് എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുകയാണ്. ഇതുപോലെ ഈ അതിദരിദ്രരില്ലാത്ത കേരളം എന്ന് പറഞ്ഞ അന്നും
ഇതുപോലെ മമ്മൂട്ടി ഒരു കുത്തൽ കുത്തിയതാ. അന്നും ഇതുപോലെ കുറെ അന്തം കമ്മി അടിമകള് മമ്മൂട്ടിയെ തെറി വിളിക്കാനുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നലെ ഇപ്പം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ഇന്നലെ ചുരുക്കി പറഞ്ഞാൽ ഈ ഈ താമസിക്കാൻ പറ്റാത്ത വീടിൻ്റെ താക്കോലാണെങ്കിലും താക്കോല് കൊടുത്തുകൊണ്ട് വലിയൊരു മാമാങ്കമൊക്കെ നടത്തിയല്ലോ. അതൊക്കെ ഇന്നലെ ഒരൊറ്റ സന്ദർശനം, ഒരൊറ്റ രൂപ. മമ്മൂട്ടിക്ക് ഇപ്പം ആകെ ചിലവെന്താണ്? മമ്മൂട്ടിയുടെ വണ്ടിയുടെ പെട്രോൾ കാശ്, അതും അയാളുടെ പോക്കറ്റിൽ നിന്ന് പോയിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും പോയാലില്ലെങ്കിലും അയാൾക്ക് അയാളുടെ ഈ പറയുന്ന വണ്ടിയുടെ പെട്രോളിൻ്റെ കാശ് ചിലവായിട്ടുണ്ട് എന്നതിലുപരി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഈ ഉദ്ഘാടന ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ട് എത്ര കോടിയാണ് പൊടിച്ചിട്ടുള്ളത്? ഏത് ഉദ്ഘാടനം? താക്കോൽ ദാനം, ടൗൺഷിപ്പിൻ്റെ താക്കോൽ കൈമാറ്റം നടത്താനുള്ള ആ പരിപാടിക്ക് വേണ്ടി എത്ര കോടികൾ പൊടിച്ചു? ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? മമ്മൂട്ടിക്ക് ഏറി വന്നാൽ ഇന്നലെ ഈ പറയുന്ന എറണാകുളത്ത് നിന്ന് വയനാട് വരെ പോയി വരാൻ ഏറി വന്ന എത്ര കാശായിട്ടുണ്ടാവും? ഒരു 5,000 രൂപ, ഒരു 6,000 രൂപ, ഓക്കെ, ഒരു 10,000 രൂപ. പിന്നെ റമദാൻ മാസം ആയതുകൊണ്ട് അയാൾ എന്തായാലും ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. അയാൾക്ക് നോമ്പുണ്ടാവും. അപ്പോൾ ഭക്ഷണത്തിൻ്റെ ചിലവില്ല. അപ്പോൾ ഈ പെട്രോളിൻ്റെ കാശ് മാത്രമാണ് അയാൾ ഇന്നലെ ചിലവാക്കിയിട്ടുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു മാക്സിമം 10,000 രൂപ കൂട്ടാം. കാരണം ഇന്നലെ ലെക്സസിൻ്റെ വണ്ടിയിലാണ് പോയിട്ടുള്ളത്, മൈലേജ് വളരെ കുറവായിരിക്കും. ഓക്കെ, എന്നാലും ഒരു 10,000 രൂപ. അപ്പോൾ ഈ 10,000 രൂപയിൽ കൂടുതലൊന്നും മമ്മൂട്ടിക്ക് ചിലവായിട്ടുണ്ടാവില്ല. പക്ഷെ എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ വലിയ ഒരു PR മമ്മൂട്ടി സ്വമേധയാ പൊളിച്ചടക്കി കൊടുത്തു എന്നുള്ളതാ. അതിലാണ് ഈ കലിപ്പ് മൊത്തം. അതിലാണ് ഈ തെറിവിളികൾ അന്തംകമ്മികൾ നടത്തുന്നത്. ആയിക്കോട്ടെ, തെറി വിളിച്ചോട്ടെ, നമുക്കതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമുക്കതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അന്തംകമ്മികൾ, ഈ പറയുന്ന ആരാണെങ്കിലും പറഞ്ഞത് അത്രയും സത്യ. റഫീഖ് ഇപ്പം അത്ര വലിയ മഹാനെന്നല്ല. റഫീഖ് ആരാണ് എന്നുള്ളത്, റഫീഖ് നിങ്ങൾ ആരും അറിയാത്ത കാലം, റഫീഖ് ഗവൺമെൻറ് കോളേജിൽ ക്യാമ്പസിൽ വന്ന് ഒരു പണിയുമില്ലാതെ ചൊറിയും കുത്തി നടന്ന കാലം, ആ കാലം മുതൽ അറിയുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ റഫീഖ് അത്ര വലിയ പുണ്യാളനൊന്നല്ല. റഫീഖ് മാക്സിമം ഇതിനെ യൂട്ടിലൈസ് ചെയ്യാനാണ് നോക്കിയത്, അതിനെ തകർത്ത് തരിപ്പണമാക്കി എന്നുള്ളതാ. ഇനി അന്തംകമ്മികൾ എത്രയൊക്കെ മമ്മൂട്ടിയെ തെറി വിളിച്ചിട്ടും ഒരു കാര്യമില്ല. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇത് പിണറായി വിജയൻ്റെ തറവാട് സ്വത്തോ, പിണറായി വിജയൻ്റെ തന്ത ഉണ്ടാക്കിയതോ, പിണറായി വിജയൻ്റെ തള്ള ഉണ്ടാക്കിയതോ, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ മക്കൾ ഉണ്ടാക്കിയതോ ഒന്നുമല്ല. ഇത് കേരളത്തിൻ്റെ പൊതുസമൂഹം കൊടുത്ത പണമാണ്. ആ പണം പിണറായി വിജയൻ അതുപോലും കൃത്യമായി വിനിയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ സഖാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മമ്മൂട്ടിയെ തെറി വിളിച്ചത് കൊണ്ട് പൊളിഞ്ഞ PR തിരികെ കിട്ടൂല. മമ്മൂട്ടിക്ക് നേരെ സൈബർ ആക്രമണം നടത്തിയതുകൊണ്ട് പൊളിഞ്ഞ PR തിരികെ കിട്ടൂല. അതൊക്കെ തകർന്ന് തരിപ്പണമായി എന്നുള്ളതാണ്. സഖാക്കൾ ഇന്നലെ വലിയ സന്തോഷത്തിലായിരുന്നു. ഏത് നിമിഷം വരെ? മമ്മൂട്ടി വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ തുടങ്ങിയിട്ട്. മമ്മൂട്ടി വരുന്നുണ്ട് എന്നറിഞ്ഞത് മുതൽ, മമ്മൂട്ടി വന്നപ്പം മുതൽ, അത് കഴിഞ്ഞ് കുറച്ചൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയത് മുതൽ, ഒരു പരിധി കഴിഞ്ഞപ്പോഴാണ് മമ്മൂട്ടി നിങ്ങൾ എന്തിനാ എൻ്റെ പിറകെ നടക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതല്ല എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ PR കാരനല്ല, ഞാൻ നിങ്ങളുടെ അടിമയല്ല, ഞാൻ നിങ്ങളുടെ കുഴലൂത്തുകാരനല്ല, ഞാൻ നിങ്ങളുടെ ഊമ്പാനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ പിറകെ നടന്നിട്ട് എന്നിലൂടെ മൈലേജ് ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട എന്നുള്ളത് വളരെ കൃത്യമായി മമ്മൂട്ടി പറഞ്ഞു വെച്ചു. ഇതിനപ്പുറം സഖാക്കൾക്ക് പിന്നെ എന്ത് ചെയ്യാനാ? എല്ലാം തകർന്നില്ലേ? ഇന്നലെ മമ്മൂട്ടി വന്നതിനെ വലിയൊരു ആഘോഷമാക്കാൻ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ പലരും പറയുന്നത്, ഇപ്പോൾ ഇവരുടെ പരിപാടി എന്താ? എവിടെ ജില്ലാ സെക്രട്ടറി? ഇന്നിപ്പോൾ മുഹമ്മദ് റിയാസ് പറഞ്ഞത് ജില്ലാ സെക്രട്ടറി അങ്ങനെ നുഴഞ്ഞു കയറുന്നവരല്ല എന്നുള്ളതാണ്. പിന്നെ എന്തിനാ ഇന്നലെ? എന്ത് കാര്യത്തിനാണ് റഫീഖ്? മമ്മൂട്ടി വന്നാൽ അയാൾക്ക് മമ്മൂട്ടിയോളം ഔചിത്യബോധവും മമ്മൂട്ടിയോളം കാര്യപ്രാപ്തിയും റഫീഖിനായിട്ടില്ല, പിണറായി വിജയന് പോലും ആയിട്ടില്ല. എന്നിട്ടല്ല റഫീഖിന്. പിന്നെ മുഹമ്മദ് റിയാസിനൊക്കെ ചിലക്കല്ലാണ്ട് വേറെ രക്ഷയല്ല. കാരണം മുഹമ്മദ് റിയാസിനൊക്കെ ലൈഫിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ലോട്ടറിയാണ് പിണറായി വിജയൻ. കാരണം എന്താ? ആദ്യത്തെ ഭാര്യ ഇട്ടുകൊണ്ടും പോയി, കേസ് കൊടുത്ത് ഒഴിവാക്കി, ചവിട്ടി പുറത്താക്കിയിട്ട് ആദ്യത്തെ ഭാര്യ പോയി. അങ്ങനെ പെണ്ണും പടക്കോയും കുടുംബവും ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ്
പിണറായി വിജയൻ മകളെ പിടിച്ച് കെട്ടിച്ചു കൊടുക്കുന്നതും MLA ആക്കുന്നതും മന്ത്രിയാക്കുന്നതും. അപ്പം ഇതിലും വലിയ പിന്നെ ഈ പറയുന്ന കാല് നക്കുക എന്നല്ലാണ്ട് വേറെ ഇതിനപ്പുറം എന്ത് ചെയ്യാൻ പറ്റും? അമ്മായിയപ്പനായതുകൊണ്ട് ആയിപ്പോയി, ഇല്ലെങ്കിൽ കുണ്ടി പോലും നക്കിയനെ. മനസ്സിലായില്ലേ? അപ്പം അമ്മായിയപ്പൻ്റെ കുണ്ടി നക്കാൻ പറ്റുമോ? അത് പറ്റൂലല്ലോ. സാധാരണ അടിമകളെ പോലെയല്ലല്ലോ ഇത്. ഒന്ന് അമ്മായിയപ്പനും ഒന്ന് മരുമോനും ആണല്ലോ. മനസ്സിലാക്കണം. അപ്പോൾ ഈ സൈബർ ആക്രമണങ്ങൾ കൊണ്ട് അന്തംഗമ്മികൾ ഒരു മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ തെറി വിളിച്ചോ? മമ്മൂട്ടിയെ തെറി വിളിക്കുന്നതിൽ എനിക്കൊരു യാതൊരു, മമ്മൂട്ടിയെ മാത്രം തെറി വിളിക്കാൻ പാടില്ല അങ്ങനൊന്നല്ല. തെറി നിങ്ങൾക്ക് ആരും വിളിക്കാം, പക്ഷേ മമ്മൂട്ടി പറഞ്ഞതല്ലാതെ ആവുന്നില്ല. മമ്മൂട്ടി പൊളിച്ച നിങ്ങളുടെ PR നാടകം നിങ്ങൾക്ക് തിരിച്ച് കിട്ടാനും പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് തെറി വിളിക്ക്. നിങ്ങൾക്ക് അങ്ങനെ തെറി വിളിച്ചിട്ട് നിങ്ങളെ ഈ തെറി വിളിച്ചാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? അതിലൂടെ കേരളം വീണ്ടും നിങ്ങളെ വിലയിരുത്തും. ഇന്നലെ മമ്മൂട്ടി പറഞ്ഞതിൽ മാത്രം ഒതുങ്ങൂല, അതും ചർച്ചയാകും, നിങ്ങളുടെ തെറിവിളികളും ചർച്ചയാകും. അങ്ങനെ എല്ലാം കൂടി ഒന്നുകൂടി കലങ്ങി തെളിഞ്ഞ് ചർച്ചയായിക്കൊണ്ടേയിരിക്കും. ആവട്ടെ നിങ്ങളുടെ PR പൊളിക്കുക എന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. എനിക്ക് വളരെ വളരെ വലിയ സന്തോഷമാണുള്ളത് ഈ കാര്യത്തിൽ. എന്താ കാര്യം? നിങ്ങൾ DYFIയുടെ ക്രിമിനൽ തെമ്മാടികളെ ഇറക്കിക്കൊണ്ട് സിദ്ദിഖിനെ കൂക്കി വിളിച്ചു. സിദ്ദിഖിന് എന്തുണ്ടായി? ഒന്നും സംഭവിച്ചില്ല. പക്ഷേ ഇവിടെ എന്തുണ്ടായി? വയനാട് ടൗണിയുടെ അണ്ണാക്കിലും പൊട്ടിച്ചു, ആ പിണറായിക്ക് കുഴലൊതുന്ന റഫീഖിൻ്റെ അണ്ണാക്കിലും പൊട്ടിച്ചു. അപ്പോൾ പറഞ്ഞു വരുന്നത്, നിങ്ങളൊന്ന് ആലോചിക്കൂ, വല്ലാത്തൊരു സങ്കടമായിരിക്കും. ഈ ദുരിതം നടന്നപ്പം മുതൽ വലിയ സന്തോഷത്തിലായിരുന്നു അന്തംഗമ്മി അടിമകൾ. ഈ ദുരിതത്തെ മുതലാക്കിക്കൊണ്ട് ഇതിനെ ആയുധമാക്കിക്കൊണ്ട് വീണ്ടും അധികാരത്തിലേറാമെന്ന് കരുതി. അങ്ങനെയാണ് 2 വർഷങ്ങൾക്ക് ഇപ്പുറം ഒരു വീടിൻ്റെ പേരിനൊരു താക്കോല് കൊടുത്തത്. അതിൽ താമസിക്കാറായോ? ആയിട്ടില്ല, ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇതൊക്കെ കൊടുത്തിട്ട് ഇതൊരു PR ആക്കിയിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുമ്പോഴാണ് മമ്മൂട്ടി വരുന്നത്. മമ്മൂട്ടി വന്നപ്പോൾ ഇവർ കരുതി മമ്മൂട്ടിയാണല്ലോ, നമ്മുടെ കൈരളിയുടെ ചെയർമാനാണല്ലോ, പിണറായി വിജയൻ്റെ സ്വന്തം ആളാണല്ലോ, അപ്പോൾ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ നമുക്ക് PR ഒന്നുകൂടി കനപ്പെടും എന്ന് കരുതി. പക്ഷേ മമ്മൂട്ടി പോലും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, മമ്മൂട്ടി പോലും ആഗ്രഹിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഇങ്ങനെ പറയാൻ. പക്ഷെ മമ്മൂട്ടിക്ക് അപ്പോൾ ദൈവം അങ്ങനെ തോന്നിപ്പിച്ചു കൊടുത്തു. കാരണം എന്താണ്? ഈ PR പൊളിക്കണമെന്നേ. ഈ PR പൊളിക്കണമെന്ന് മാത്രമല്ല, ഈ സർക്കാരിനെ താഴെ ഇറക്കണം. അപ്പോൾ ഈ PRകളൊക്കെ ഓരോന്നും പൊളിയണം. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എല്ലാ PRകളും നിമിഷങ്ങൾക്കുള്ളിൽ പൊളിയാണ്. ഇപ്പം മാർച്ച് 1-നാണ് എന്ത് താക്കോല് കൈമാറിയത്. മാർച്ച് 7 ആയപ്പോഴേക്കും ആ PR പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കൊണ്ട്. അപ്പോൾ കഴിഞ്ഞ ഈ ഒരു ഫെബ്രുവരി 1 മുതൽ ഇപ്പോൾ ഈ മാർച്ച് 7 വരെ ഉള്ളതൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. അതിനിടയിൽ നടന്ന PRകളൊക്കെ ഒന്നില്ലെങ്കിൽ 24 മണിക്കൂർ മാത്രമേ ആയുസ്സുണ്ടായിട്ടുള്ളൂ, അല്ലെങ്കിൽ 48 മണിക്കൂർ മാത്രം, അല്ലെങ്കിൽ നെക്സ്റ്റ് 24 hours എന്ന് പറഞ്ഞാൽ അല്പായുസുള്ള PRകളായിരുന്നു എല്ലാ PRകളും. ഈവൻ കോവിന്ദൻ്റെ പെൻഷൻ നാടകം, പിന്നെ ഒരു സർവേ നാടകം, പിന്നെ ഒരു വാട്സപ്പ് മെസ്സേജ് നാടകം, അത് കഴിഞ്ഞിട്ട് വീണ ജോർജിൻ്റെ പെടലി ഉളുക്കൽ നാടകം. ഇന്നലെ ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വന്ന റിപ്പോർട്ട് എന്താ? പോലീസിൻ്റെ റിപ്പോർട്ട്. പെടലി പിടിച്ച് തിരിച്ചതിനോ കൈ പിടിച്ച് തിരിച്ചതിനോ വധശ്രമത്തിനോ കൊലപാതക ശ്രമത്തിനോ ഒന്നിനും തെളിവില്ല. മാരകായുധം പോയിട്ട് ഒരു ഈ പറയുന്ന നമ്മുടെ ഇയർബഡ്സ് ചെപ്പിത്തോണ്ടി പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് പോലീസ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, PRകൾ ഇങ്ങനെ ഓരോന്ന് പൊളിയാണ്. അപ്പോൾ മാർച്ച് 1-ന് പിണറായി വിജയൻ വലിയ സ്റ്റേജൊക്കെ കെട്ടിയിട്ട് എന്ത് പറഞ്ഞു? ഞാനാണ് നിങ്ങളുടെയൊക്കെ തന്ത, നിങ്ങളെയൊക്കെ പലരും ഉണ്ടാക്കിയതാണെങ്കിലും നിങ്ങളുടെ യഥാർത്ഥ തന്ത ഞാനാണ് എന്ന് ആര് പറഞ്ഞു? പിണറായി വിജയൻ പറഞ്ഞു. മമ്മൂട്ടി പോയിട്ട് പറഞ്ഞു, നീ അങ്ങനെ ആരുടെയും തന്തയാവണ്ട, നിന്നെ അങ്ങനെ തന്തയാവാൻ ആരും ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടില്ല, ഇത് കേരളത്തിലെ സാധാരണക്കാരായ പൊതുസമൂഹത്തിൻ്റെതാണ്. ഇനി അങ്ങനെ നിന്നെ തന്തയാക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ മാറി നിൽക്കുക അങ്ങോട്ട്, എന്തിനാ പട്ടി മണപ്പിക്കും പോലെ ഇങ്ങനെ മണപ്പിച്ച് നടക്കുന്നത് എന്ന് റഫീഖിനോടും മമ്മൂട്ടി ചോദിച്ചു. പിന്നെ സഖാക്കൾക്ക് ഇനി കലിപ്പാവാൻ വേറെ എന്തെങ്കിലും വേണോ? അതാണ് നമ്മൾ ഈ കണ്ട തെറിവിളി. ആ തെറിവിളികളാണ് നമ്മൾ കണ്ടത്. ഇവൻ എത്ര വലിയ കൊമ്പത്തെ ആളായാലും ഒരു ബ്രാഞ്ച് സെക്രട്ടറിയോളം വരില്ല സഖാക്കൾക്ക്. പിന്നെയല്ലേ ജില്ലാ സെക്രട്ടറി മമ്മുക്ക എന്ന വിളിച്ച നാവ് കൊണ്ട് മൈരെ എന്ന് വിളിപ്പിക്കല്ലേ എന്നാണ് ആര് പറയുന്നത്? അന്തംഗമ്മി അടിമകൾ പറയുന്നത്. എന്താണെങ്കിലും ഈ അടിമകളുടെ അണ്ണാക്ക്
ജനം പൊളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. തന്തയാവാൻ ശ്രമിച്ച പിണറായിക്കും കിട്ടി. എന്താണെങ്കിലും പിണറായിക്ക് കിട്ടാൻ കാരണം എന്താ? കാരണം ഈ പറഞ്ഞ റഫീഖിൻ്റെ ഈ കുമ്മനടി തന്നെയാണ് കാരണം എന്നുള്ളതാണ്.